ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായിട്ട് ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ പറഞ്ഞു എന്നുള്ള വ്യാഖ്യാനം, അങ്ങനെ ഒരു നരേറ്റീവ് എന്തിനാണ് കൊണ്ടുവരുന്നത്? കേരളത്തെ വിമർശിച്ചാൽ അത് മുഴുവൻ കേരളത്തെ വിമർശിച്ചാൽ അത് മുസ്ലിങ്ങളെ വിമർശിച്ചു എന്നർത്ഥം വരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ല വിമർശിച്ചാൽ മുസ്ലിങ്ങളെ വിമർശിച്ചു എന്നുള്ള അർത്ഥം വരുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു നരേറ്റീവ് കൊണ്ടുവരുന്നത്? അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് സഹായകരമായിട്ടുമുണ്ട്. അതിനുശേഷം ബിന്ദുകൃഷ്ണ പോയി വെള്ളാപ്പള്ളിയെ കണ്ടു വണങ്ങിയതാണ് ഇപ്പോൾ ലീഗിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമാണല്ലോ അത്. മഞ്ജുഷേ, വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന UDF-നകത്ത്, അതായത് മുസ്ലിം വോട്ടിന്റെ കൺസോൾട്ടേഷൻ സഹായിച്ചു എന്നൊക്കെയുള്ളത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് UDF ജയിച്ചത്? അവിടെ ക്രിസ്ത്യാനികൾക്കെതിരെ ഒന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ, ഈ പറഞ്ഞ ന്യായമനുസരിച്ചിട്ടാണെങ്കിൽ എറണാകുളം മുതൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ ജില്ലകളിലൊക്കെയുള്ള ക്രിസ്ത്യൻ സ്വാധീനം വളരെ കൂടുതലാണ്. അവിടെയൊക്കെ എങ്ങനെയാണ് ഇടതുപക്ഷം തോറ്റമ്പിയത്? ഈവൻ കണ്ണൂരിലെ CPM-ന്റെ ഏറ്റവും കൊട്ടക്കൊത്തളങ്ങളിൽ അവിടെ മുസ്ലിം കൺസോൾട്ടേഷൻ CPM-നെതിരായതുകൊണ്ടാണോ അവിടെ തോറ്റത്? അല്ലല്ലോ. ഇവിടെ വളരെ കൃത്യമാണ്, പിണറായി വിജയന്റെ സർക്കാരിനോടുള്ള ജനരോഷം അതിശക്തമായിരുന്നു. ആ ജനരോഷം രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ UDF-ന് അനുകൂലമായി. അത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം. അത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന കൊണ്ടാണ് എന്ന ഒരു വ്യാഖ്യാനം കൊണ്ടുവരുന്നത് യുക്തിസഹമല്ല.